ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിനു മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവറുള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോയി. ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരെ എല്ലാ കാലത്തും പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞ് ദൈവനാമം മഹത്വപ്പെടാതിരിക്കേണ്ടതിന് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനവുമായി ദൈവത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ എല്ലാ കഥകളൊപ്പിച്ച് ദൈവത്തിൽ നിന്നും ദൈവമഹത്വത്തിൽ നിന്നും അവരെ തകർക്കേണ്ടതിന് ലോകം എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു തൻ്റെ മക്കളുടെ മേല് അയച്ച പരിശുദ്ധാത്മാവിന് ശക്തിയാൽ തൻ്റെ ശിഷ്യന്മാർ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം യേശുവിനെ ഉയർത്തനെ കടന്നുപോയി. അങ്ങനെ ആ യാത്ര മധ്യത്തിലാണ് പത്രോസിനെ അവിടുത്തെ ഭരണാധികാരികൾ പിടിച്ച് തടവിലാക്കുന്നത്. അവർ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നുമല്ല. അവർ സത്യസുവിശേഷത്തെ ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തിയതുകൊണ്ടാണ്. ഈ മെസ്സേജിലൂടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ, നീതി നിമിത്തം യേശുക്രിസ്തു നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നുവെങ്കിൽ വ്യക്തമായി നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളോട് കൂടെ ദൈവമുണ്ട്. പിശാചിന് നിങ്ങളെ കണ്ടിട്ട് സഹിക്കുന്നില്ല. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നത് പിശാചിന് ഇഷ്ടമല്ല. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് നടക്കുന്ന, രോഗം പേറി ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ കണ്ണുനീരിന് ആഴങ്ങൾ കിടക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ തൻ്റെ സമാധാനത്തെ തിരികെ പ്രാപിക്കാമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ വഴി ഒന്നേ ഉള്ളൂ. അത് യേശുക്രിസ്തു കാണിച്ച വഴിയും സത്യവും ജീവനുമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വഴി മാത്രമാണ് നിന്നെ സന്തോഷത്തോടെ നടത്തുന്നതെന്ന് ആര് എവിടെ പറഞ്ഞിട്ടുണ്ടോ അതിന് എതിര് നിൽക്കുവാൻ രാജ്യത്തെ നേതാക്കന്മാർ, ഭരണാധികാരികൾ, അധികാരിവർഗങ്ങൾ, സമൂഹത്തിലെ ചില ശ്രേഷ്ഠന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഒക്കെ അതിന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെതിരെയും സുവിശേഷകർക്കെതിരെയും എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പിറപ്പോട് ഞാൻ പറയട്ടെ, ലോകം പറയുന്നത് കേട്ട് ഒരിക്കലും പുറകോട്ട് നോക്കരുത്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചത് സ്വത്രം ലോകത്തിൽ അധികാരിവർഗം ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരു സ്ഥാനത്താക്കിയാൽ, സ്വർഗത്തിലെ ദൈവം ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ചാൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദേശത്തിന് ഒരു അനുഗ്രഹമാകും. നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങളിലൂടെ ദേശം സമാധാനം കണ്ടെത്തും. അതിനുവേണ്ടി യേശു കർത്താവ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ നിങ്ങൾക്കെതിരായി ദേശത്തെ സകല പൈശാചിക ശക്തിയിൽ എഴുന്നേൽക്കും. എന്നാൽ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, ഒരർത്ഥവും വന്ന് ഭവിക്കാതെ ഞാൻ നിങ്ങളെ കാക്കും.
സ്വത്രം നോക്ക്, പത്രോസിനെ അവർ പിടിച്ചു 16 പേരടങ്ങുന്ന സേവകരെ കൊണ്ട് പത്രോസിന് കാവൽ നിർത്തി. സ്വത്രം നോക്ക്, വ്യക്തമായി പറയണം, പിശാചിന്റെ തന്ത്രം ചെറുതൊന്നുമല്ല. നമുക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ കാക്കുവാൻ 16 പേര്. സ്വത്രം എന്തുകൊണ്ട്? വ്യക്തമായി തിരിച്ചറിയണം, ഒരു കൊലപാതകിയല്ല, ഒരു പിടിച്ചുപറിക്കാരനല്ല, ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല, ദേശത്തിന്റെ ഒരു ദുഷിച്ച പ്രവണതകളെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എല്ലാ പാപ വഴികളെയും വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളവരായി ദൈവസ്നേഹത്തിൽ നിന്റെ കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചത്. ഈ സത്യസുവിശേഷം എവിടൊക്കെ ഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ സത്യസുവിശേഷത്തെ ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അവരെയെല്ലാം ദേശം ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരൊക്കെ എവിടൊക്കെ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കൂട്ടാളിയെയും നിന്റെ കുടുംബത്തെയും തകർക്കാൻ പദ്ധതി ഒരുക്കിയാലും വ്യക്തമായി പറയട്ടെ, ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഒതുങ്ങും, നീ ജയിച്ച് പുറത്തു വരും. സ്വത്രം നോക്ക്, ഇവിടെ വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നത് 16 പടയാളികൾ പത്രോസിന് കാവൽ നിന്നു. കാരണം കാരാഗ്രഹത്തിൽ നിന്ന് ചാടി പോകാതിരിക്കാൻ. പക്ഷേ പത്രോസ് ആ കാവൽക്കാരുടെ നടുവിൽ ഭയം കൂടാതെ കിടന്നുറങ്ങി എന്ന് തിരുവെഴുത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പത്രോസ് ഭയം കൂടാതെ ആ കാരാഗ്രഹത്തിനകത്ത് കിടന്നുറങ്ങിയത്? പത്രോസിന് വ്യക്തമായിട്ടറിയാം, ഞാൻ വന്നത് എൻ്റെ കർത്താവിൻ്റെ നാമം ഘോഷിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കാരാഗ്രഹത്തിനകത്ത് എൻ്റെ ദൈവം അനുവദിക്കാതെ ഞാൻ തകർന്നു പോകുവാൻ, ഞാൻ ഇവരുടെ വാളിൻ്റെ മൂർച്ചയ്ക്ക് ഇരയായി തീരുവാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല എന്ന് പത്രോസിന് വ്യക്തമായി ഉറപ്പുണ്ടായിരുന്നു. സ്വത്രം നമുക്ക്, പത്രോസ് അവരുടെ ഇടയിൽ സുഖമായി കിടന്നുറങ്ങി. വചനം താഴോട്ട് വായിച്ചാൽ അവിടെ കാണാൻ കഴിയും, സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യക്തമായി പറയട്ടെ, പ്രാർത്ഥിക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം മതിയായവനാണ്. സ്വന്തം പ്രാർത്ഥിക്കുവാൻ നീ സമയം കണ്ടെത്തിയാൽ, സമയമെടുത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനും കർത്താവ് നിന്റെ കൂടെ നിൽക്കും. കുഞ്ഞെ, പലപ്പോഴും നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് നമ്മൾ പലതും നേടാം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ഓടുന്ന ഓട്ടത്തിൽ ഒന്ന് വീണുപോയി എന്നിരിക്കട്ടെ, താങ്ങുവാൻ ആരും കാണത്തില്ല. കുറ്റം പറയുവാൻ എല്ലാവരും ഉണ്ടാകും, പരിഹസിക്കുവാൻ എല്ലാവരും ഉണ്ടാകും. വേണമെങ്കിൽ വീണ് കിടക്കുന്ന സ്ഥാനത്ത് ഒന്നുകൂടെ തകർക്കാൻ പിശാച് വ്യക്തിത്വങ്ങൾ എഴുന്നേൽപ്പിക്കും. പക്ഷെ വ്യക്തമായി പറയട്ടെ, നീ നിൽക്കുന്നത്, നീ വീഴാതെ ഇരിക്കുന്നത് ദൈവം നിന്നെ സൂക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പെ, ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. നീ ആഗ്രഹിക്കുന്ന അളവിൽ ഉയർത്തപ്പെടും. ഏതൊക്കെ നിലവാരത്തിൽ നിന്നെ തകർക്കുമെന്ന് പിശാച് പറഞ്ഞാലും നീയോ നിന്റെ കുഞ്ഞുങ്ങളോ തകർന്നു വീണ് ലോകയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഈ ലോക ജീവിതയാത്രയിൽ കഷ്ടമുണ്ടെന്ന് യേശു കർത്താവ് പറഞ്ഞു, രോഗമുണ്ടെന്ന് യേശു കർത്താവ് പറഞ്ഞു, കണ്ണുനീരുണ്ടെന്ന് യേശു കർത്താവ് പറഞ്ഞു. എന്നാൽ എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ രോഗത്തിന് സൗഖ്യദായകനാ. സ്വത്രം, നിന്റെ കണ്ണുനീരിന് ആശ്വാസപ്രദന. സ്വത്രം, വ്യക്തമായി പറയട്ടെ, നിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം എൻ്റെ പക്കലുണ്ട്. സ്വത്രം, ഇത്ര നല്ല സ്നേഹിതനെ വേറെ ആർക്ക് കിട്ടും? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എൻ്റെ പ്രാണൻ അവനാണെന്ന് പറഞ്ഞ് യേശുവിനോട് കൂടെ നിന്ന ഒരു വ്യക്തി പോലും ഭൂമിയിൽ തകർന്നു പോയിട്ടില്ല. പിൽക്കാലത്ത് അവിടെ കുഞ്ഞുങ്ങൾ ഗതിപിടിക്കാതെ പോയിട്ടില്ല. വാർദ്ധക്യ കാലത്ത് അവർ തളർന്ന് മറ്റുള്ള മുൻപിൽ കരം നീട്ടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം ദൈവത്തെ ഉയർത്തുന്നവനെ ദൈവമുയർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഉയർത്തുന്നവനെ ദൈവമുയർത്തും. വ്യക്തമായി പറയട്ടെ, എൻ്റെ കർത്താവ് ലോകത്തിൽ 3.5 വർഷക്കാലം സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നെങ്കിൽ കരയുന്നവരുടെ കണ്ണുനീര് തുടച്ചതുപോലെ, കുഞ്ഞ്, നീ ദൈവസന്നിധിയിൽ വ്യവസ്ഥ പ്രകാരം കരയാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീര് മാറും, നീ ഉയർച്ച പ്രാപിക്കും. നിന്നെ താഴ്ത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ തല സ്വർഗത്തിൽ ദൈവം തകർക്കും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, പത്രോസ് കാരാഗ്രഹത്തിനകത്ത് സുഖമായി കിടന്നുറങ്ങുവാൻ കാരണം, സ്വത്രം,
അകത്ത് ഭയമുണ്ടായിട്ടും അവൻ ഉറങ്ങിയതിൻ്റെ കാരണം സ്വർഗത്തിലെ ദൈവം അവനെ അതിനകത്തുനിന്ന് രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണെന്ന്? ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ ശക്തനാണെന്ന്? ഞാൻ ഉയർത്തുന്ന ദൈവം എന്നെ ഉയർത്തുവാൻ മതിയായ ദൈവമാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ആമേൻ പറ. എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയവരാരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ചരിത്രമില്ല. എന്നാൽ പരാജയപ്പെടുത്തുവാൻ നാലുപാട് നിന്നും പിശാചു വാദിച്ചെഴുന്നേറ്റ് വന്ന് ഏതെല്ലാം തന്ത്രങ്ങൾ മെനയാമോ, എവിടെയെല്ലാം നിന്നെ അപകടങ്ങളിൽപ്പെടുത്തി തകർക്കാമോ, അങ്ങനെയെല്ലാം അവൻ ശ്രമിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരനർത്ഥം വന്ന് നീ ലോകയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാകുവാൻ, നിന്റെ കുഞ്ഞുങ്ങൾ അപമാനിക്കപ്പെടുവാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നോക്ക്, കർത്താവ് പറഞ്ഞ് നീ കണ്ണുനീരിൽ വിതയ്ക്കുന്നുവെങ്കിൽ ആർപ്പോടെ കൊയ്യുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പെ സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തോടുകൂടെ നിൽപ്പാൻ തയ്യാറാകുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. സ്വത്രം. പിശാചിൻ്റെ ഒരു തന്ത്രങ്ങളും ഫലിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതഗണത്തെ കൊണ്ട് നിങ്ങളെ കാവൽ ചെയ്യും. നോക്ക്, പത്രോസ് സുഖമായി കിടന്നുറങ്ങുമ്പോൾ സ്വത്രം സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രവൃത്തി അയക്കുകയുണ്ടായി. സ്വത്രം. ഭയം കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ പൈതലേ, നീ ഒരനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നിന്റെ ആയുസിന്റെ അവസാന നിമിഷം വരെയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, പത്രോസ് കിടന്നുറങ്ങി, പക്ഷെ സ്വർഗം ഉറങ്ങിയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പേ, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളെ ശത്രു ഏത് വിധത്തിലും അകപ്പെടുത്തി രോഗം കൊണ്ടുവന്ന് മരണം കൊണ്ടുവന്ന് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ബ്രേക്ക് ചെയ്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബ്രേക്ക് ചെയ്ത് നിങ്ങളെ ലോകത്തുനിന്ന് മാറ്റുവാൻ അവൻ പദ്ധതി ഒരുക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അങ്ങനെയെങ്കിൽ നീ ഉറങ്ങുമ്പോൾ നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തി നിനക്കൊരനർത്ഥവും വന്നു ഭവിക്കാതെ, മരണം നിന്നെ കടന്നു പിടിക്കാതെ, രോഗം നിന്നെ കടന്നു പിടിക്കാതെ, ഉണർന്നിരുന്ന് നിന്നെ കാക്കുന്ന സർവശക്തൻ നിന്നെ കരുതുന്ന നിമിഷം, ദിവസം, രാത്രിയുടെ യാമങ്ങളെ ഓർത്ത് പ്രഭാതത്തിൽ നീ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. വ്യക്തമായി എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പെ, നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ അമ്മച്ചിമാർ സ്വത്രം അവർ രാവും പകലും ദൈവത്തിനു മഹത്വം കൊടുത്തതിന് ശേഷമേ തങ്ങളുടെ പ്രവൃത്തി ആരംഭിക്കത്തുള്ളായിരുന്നു. സ്വത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരുടെ വാർദ്ധക്യ കാലം വന്നപ്പം ഒരൊറ്റ മനുഷ്യരുടെ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് കരം നീട്ടുവാൻ സ്വർഗത്തിലെയും അനുവദിച്ചിട്ടില്ല. കടഭാരം പേറി പാർത്തിരുന്ന ഭവനം വിറ്റ് കടം വീട്ടേണ്ടി വന്നിട്ടില്ല. 10-15 മക്കളുണ്ടായിരുന്നു. ആ മക്കളൊന്നും അനുഗ്രഹിക്കപ്പെടാതെ ഇരുന്നിട്ടില്ല. നമുക്ക് 2 മക്കള് ഇല്ലെങ്കിൽ 3 മക്കള്. ഈ 3 മക്കൾക്ക് വേണ്ടി രാവെന്നില്ല പകലെന്നില്ല നമ്മൾ ഓടുകയാണ്. ധനം സമ്പാദിക്കുവാൻ, അവർക്കൊരു നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കുവാൻ, അവർക്കൊരു മെച്ചപ്പെട്ട ജോലി നേടിക്കൊടുക്കുവാൻ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ രാവും പകലും അധ്വാനിക്കാൻ ഓടുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്ര നേരം ദൈവത്തിന് സന്നിധി പ്രാർത്ഥിക്കും? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ഇരന്ന് നടന്നിട്ടില്ല. ജോലിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒരു കോടതിയിലും അവർ കയറിയിട്ടുമില്ല. കാരണം അവരെ കാത്തത് തൻ്റെ അപ്പനും അമ്മയും സേവിച്ച സർവശക്തനായ ദൈവമാ. ആ ദൈവം അവരുടെ മക്കളെ കരുതെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, വ്യക്തമായി പറയട്ടെ, നിങ്ങളുടെ മക്കൾ ദൈവം തന്ന ദാനമാണെന്നും ആ മക്കൾ ദൈവത്തിന് മഹത്വമുള്ളവരായി മാറണമെന്നും നിങ്ങൾ
നിങ്ങൾ ആഗ്രഹിച്ചാൽ വ്യക്തമായി പറയട്ടെ, സ്വർഗം അത് നിങ്ങൾക്ക് തരും. സ്വത്രം വ്യക്തമായി പറയട്ടെ, പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ലോകകാര്യങ്ങളല്ല അവർ പറയുന്നത്. കർത്താവേ, എൻ്റെ കൂട്ടാളിക്ക് ആയുസ്സും ആരോഗ്യം ബലവും കൊടുത്ത് സമാധാനത്തോടെ വൈകുന്നേരത്ത് തിരികെ വരണം. നിന്റെ സാന്നിധ്യം കൂടെ പോകണമേ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ബുദ്ധിയും ശക്തിയും കഴിവും കൊടുത്ത് അവർ അങ്ങയ്ക്ക് പ്രസാദമുള്ളവരെ നിൽപ്പാൻ സഹായിക്കണമേ കർത്താവേ. എന്നെ ഈ പകൽക്കാലം എൻ്റെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിപ്പാൻ നീ അവിടെ എന്നെ ബലപ്പെടുത്തണമേ കർത്താവേ. സകലത്തിനും മീതെ അവിടുത്തെ മഹത്വം കൂടെ ഇരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെഴുന്നേറ്റിട്ടുള്ള ഒരു കുടുംബത്തിനകത്ത് മാതാവും പിതാവും കുഞ്ഞുങ്ങളും അലഞ്ഞു തിരിയുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല, ദൈവദാസൻ വീട്ടിൽ വന്നാലും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഭവന പ്രാർത്ഥന വെക്കാൻ നമുക്ക് സമയമില്ല. നാം എല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി, ദേശത്തിൻ്റെ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടി, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി മാറാൻ വേണ്ടി ഓടുകയാ. നല്ല കാര്യമോ സഹോദരങ്ങളെ? പണമില്ലാത്തവൻ പിണമാണെന്ന് നാട്ടിലൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം തരാത്ത പണത്തിൻ്റെ പുറകെ നീ ഓടിയാൽ വ്യക്തമായി പറയാം, അതുകൊണ്ട് നിനക്ക് തിന്നാൻ ഭാഗ്യം കാണത്തില്ല. വ്യക്തമായി പറയട്ടെ, അതുകൊണ്ട് തിന്നാനുള്ള ഭാഗ്യമുണ്ടാവത്തില്ല. അനേക പ്രിയപ്പെട്ടവരെ എനിക്കറിയാം, ഇഷ്ടംപോലെ പണമുണ്ട്, സ്വത്രം, സമൂഹത്തിൽ നല്ല അംഗീകാരമുണ്ട്, അങ്ങാടിയിൽ നല്ല വന്ദനമുണ്ട്, പള്ളിയിൽ മുഖ്യ സ്ഥാനമുണ്ട്. പക്ഷേ ആഹാരം തിന്നാൻ, വീട്ടിൽ വേവിക്കുന്ന സാധനം തിന്നാനുള്ള കഴിവില്ല, തിന്നാനുള്ള ഭാഗ്യമില്ല. അതിൻ്റെ കാരണം ദൈവം നിനക്ക് തന്ന നന്മ, ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നീ ചെലവിടാതെ വാരിക്കൂട്ടി വെച്ചിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവദാസന്മാരെയും ദൈവമക്കളെയും വിളിച്ചിട്ട് പറയും, പാസ്റ്റർ, സഹോദര, ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനിങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്, ഞാനിങ്ങനെ കഷ്ടത്തിൽ വീണടക്കുന്നു. ആ പാവപ്പെട്ടവർ കണ്ണുനീരോടെ ദൈവത്തോട് പറയും, എൻ്റെ ദൈവമേ, ആ പ്രിയപ്പെട്ട സഹോദരനെ, ആ പ്രിയപ്പെട്ട സഹോദരിയെ, ആ മോളെ, ആ മോനെ നീ കണ്ണുനീരിലേക്ക് വിടല്ലേ, തകർച്ചയിലേക്ക് വിടല്ലേ, നീ അവരെ അനുഗ്രഹിക്കണമേ, അവരെ കഷ്ടങ്ങൾ മാറ്റണമേ എന്ന് പറഞ്ഞ് ദൈവദാസന്മാർ, ദൈവമക്കൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവനെ നീ മറന്നു പോകും. ദൈവം നിന്നെ ഉയർത്തിക്കഴിയുമ്പോൾ പിന്നെ നിന്റെ ഓട്ടം ആ ഉയർച്ചയ്ക്ക് മീതെ ഉയരാനാ. കുഞ്ഞെ, വ്യക്തമായി തിരിച്ചറിയണം, നീ നിന്നത് നിന്റെ മിടുക്കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാല. വ്യക്തമായി തിരിച്ചറിയണം, നീ കിടന്നുറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനും ദൈവദാസിയും കുടുംബമുണ്ട്. നിന്നെ ശത്രു തൊടാതെ വണ്ണം കാക്കണമേ എന്ന് പറഞ്ഞു ദൈവസന്നിധി മുഴങ്കാലം അടക്കുന്ന ഒരു അഭിഷേക്തൻ നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന ഉയരത്തിലെത്തുന്നത് കൊണ്ട് സ്വർഗത്തിലെ അതിന് മറുപടി അയച്ച് നിനക്ക് കാവൽ നിർത്തുകയാണെന്ന് തിരിച്ചറിയണം. വ്യക്തമായി പറയട്ടെ, സോദോം ഗോമറ പട്ടണത്തിൽ അബ്രഹാമും ലോത്തും കുടുംബവും, അബ്രഹാമിൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ച് പാർത്തിരുന്നതാ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ്, അബ്രഹാമേ, നിന്റെ ദേശം ഇവിടെയല്ല, അതുകൊണ്ട് ഇനിയും നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്, ഇവിടം വിട്ടു പോകാ. സ്വത്രം. സ്വർഗം പറഞ്ഞത് കേട്ട് അബ്രഹാം യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോൾ തൻ്റെ കൂടപ്പിറപ്പായ ലോത്തിനോട് പറയുന്നുണ്ട്, ലോത്തെ, ദൈവം എന്നോട് പറഞ്ഞു ഇവിടെയല്ല നമ്മുടെ ദേശമെന്ന്, വാ നമുക്ക് പോകാം. ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോത്ത് എല്ലാ കാലത്തും സ്വാർത്ഥനായിരുന്ന ഒരു മനുഷ്യന്. അവൻ നോക്കിയപ്പോൾ നീരോട്ടമുള്ള സ്ഥലമാണ് ഇപ്പോൾ പാർക്കുന്ന സോദോം പട്ടണം, ഗോമോറ പട്ടണം. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ഈ പട്ടണത്തിനകത്ത് എല്ലാ കാലവും സുഖമായി സുഭിക്ഷമായി ജീവിക്കാം എന്നുള്ള ഒരു സ്വപ്നം അവനെ പുറകോട്ട് വലിച്ചു. നോക്കൂ, ദൈവം പറഞ്ഞത് മുൻപോട്ട് പോകാൻ, ലോത്തോ പുറകോട്ട് നിന്നു. സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ്, അബ്രഹാമേ, നീ എന്ത് തീരുമാനിക്കുന്നു? അബ്രഹാം ദൈവത്തോട്, ദൈവമേ, നിന്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ ഇറങ്ങിത്തിരിച്ചെങ്കിൽ നീ പറയുന്ന തീരുമാനത്തിൽ ഞാൻ മുൻപോട്ട് പോവുക. എന്നാൽ അല്പകാലം കഴിഞ്ഞപ്പോൾ
സ്വർഗത്തിൽ സോദോം ഗോമോറ പട്ടണത്തെ ന്യായം വിധിക്കാൻ തയ്യാറായി. സ്തോത്രം. ന്യായവിധി വരുമ്പോൾ കുഞ്ഞെ, നീ അറിയാതെ ദൈവം ആ ദേശത്ത് ന്യായവിധി അയക്കത്തില്ല. എന്നാൽ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി ആ പട്ടണത്തിൽ ഇല്ലാത്തത് കൊണ്ട്, അബ്രഹാമിന്റെ കൂടപ്പുറപ്പായ ലോത്ത് ഈ പട്ടണത്തിൽ നിൽക്കുന്നത് കൊണ്ട് അബ്രഹാമിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. സ്വത്രം. സ്വർഗത്തിലെ ദൈവം അബ്രഹാമോട് പറയുകയാണ്, അബ്രഹാമേ, സോദോം ഗോമോറ പട്ടണത്തിലെ ജനത്തിന്റെ പാപം അതികഠിനമായിരിക്കുന്നു, എനിക്ക് സഹിപ്പാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കും. അതുകൊണ്ട് നിനക്ക് ആരെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ആ പട്ടണത്തിൽ 100 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ? സ്വർഗത്തിലെ ദൈവം പറഞ്ഞ്, ഇല്ലേ അബ്രഹാമേ. 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ലേ അബ്രഹാമേ. 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? സ്വർഗം പറഞ്ഞ്, ഇല്ല അബ്രഹാമേ. നോക്ക്, എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ ചോദ്യത്തിന് സ്വർഗത്തിലെ മറുപടി നൽകിയത്? ദൈവം പറഞ്ഞത് അബ്രഹാം കേട്ടതുകൊണ്ടാ. വ്യക്തമായി എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പോട് പറയട്ടെ, നിങ്ങൾ പറയുന്നത് ദൈവം കേൾക്കണമെങ്കിൽ ദൈവം പറയുന്നത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ പറയുന്നത് ദൈവം കേൾക്കണമെങ്കിൽ ദൈവം പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ കേട്ട ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനറിയാം ആ പട്ടണത്തിൽ നീതിമാന്മാർ ആരുമില്ലെന്ന്. പക്ഷേ എന്തിനാണ് അബ്രഹാം ഇത്രത്തോളം ദൈവത്തിന് താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ കൂടപ്പുറപ്പിനെ എങ്ങനെയും രക്ഷിക്കണം. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ തകർന്നു കിടക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണോ? നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ വേദന അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി മധ്യസ്ഥ അണയ്ക്കുമെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാം പ്രാർത്ഥിച്ചു, സ്വർഗം പ്രാർത്ഥന കേട്ടു. നോക്ക്, അബ്രഹാമിനെ സ്വത്രം അബ്രഹാമിയുടെ ദൈവം പറഞ്ഞു, തീർച്ചയായും നിന്റെ കൂടപ്പുറപ്പിനെ ഞാൻ രക്ഷിക്കാം. സ്വത്രം. നോക്ക്, സ്വർഗത്തിൽ ദൈവം രക്ഷിപ്പാനായി തീരുമാനിച്ചിട്ട് ലോത്തിന്റെ അടുത്ത് പറയുകയാണ്, ലോത്തെ, ഈ പട്ടണം ഞാൻ തീ കൊണ്ട് നശിപ്പിക്കും. അതുകൊണ്ട് ഈ സോദോം ഗോമോറ വിട്ട് നീ സോവാറിലേക്ക് ഓടിപ്പോകണം. സ്വത്രം. നോക്ക്, വ്യക്തമായി പറയട്ടെ, ഓടിപ്പോകുവാൻ ലോത്തിനോട് സ്വർഗം പറയുമ്പോൾ ലോത്ത് ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ വരെ ഓടിപ്പോകുവാൻ എനിക്ക് കഴിവില്ല, ഞാൻ ഈ അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോയിക്കോട്ടെ. സ്വർഗത്തിലേയും പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്, ഓടിക്കോണം. നോക്ക്, ലോകമോഹം ലോത്തിനെ വീണ്ടും അവിടെ പിടിച്ചു നിർത്തിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ വാക്ക് അതുപോലെ നിവർത്തി. അത് ഈ ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തം മാറത്തില്ല. കുഞ്ഞെ, നീ ദൈവത്തെ പിൻപറ്റുന്ന വ്യക്തിയാണോ? നിന്നോട് ദൈവം ചെയ്ത വാഗ്ദത്തം ഒരിക്കലും സ്വർഗം മാറ്റത്തില്ല. പക്ഷേ നീ ദൈവത്തിൽ നിന്ന് മാറരുത്. സ്വത്രം. നോക്ക്, ലോത്ത് ഓടുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൂതന്മാരെ ഇറക്കി അവരുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഓടുകയുണ്ടായി. സ്വത്രം. ഓടിയ സമയം സ്വർഗം പറഞ്ഞൊരു വാക്ക്, സ്വത്രം, തിരിഞ്ഞു നോക്കല്ല. സ്വത്രം. ലോകമോഹം അവനെ കടന്നു പിടിച്ചു ഓടാതെ ഇരിക്കുമ്പോൾ കൈ പിടിച്ചോണ്ട് ഓടുമ്പോൾ ലോത്തിന്റെ ഭാര്യ ഒരിക്കൽ കൂടി ആ പട്ടണത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ദൈവം ഒരു കാര്യം അരുത് എന്ന് പറഞ്ഞാൽ നീ ആരാണെങ്കിലും അത് ചെയ്യുവാൻ പിന്നെ തയ്യാറാകരുത്. അങ്ങനെ ചെയ്യുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ അനർത്ഥം വന്നു ഭവിക്കും. ആ അനർത്ഥത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ ഒരു വ്യക്തിയും കടന്നു വരത്തില്ല. പിശാചിന്റെ തന്ത്രം നീ ഒരിക്കലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടരുത്. പിശാചിന്റെ തന്ത്രം നീ ഒരിക്കലും ഉയർത്തപ്പെടരുത്. പിശാചിന്റെ തന്ത്രം നിന്റെ സന്തതി ഭൂമിയിൽ നന്മ അനുഭവിക്കരുത്. പിശാചിന്റെ തന്ത്രം നീ ദേശത്തിന് മുമ്പിൽ തകർന്നു വീഴണം. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞ്, ഒരനർത്ഥവും വരുത്താതെ നിന്നെ ഞാൻ ജീവങ്കിലേക്ക് നടത്തും. എന്നെ അനുഗമിക്കാൻ ഇറങ്ങി തിരിച്ച നിനക്ക് ഭൂമിയിൽ നീ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതിന് 100 മടങ്ങ് തന്ന് ഞാൻ നിന്നെ ഉയർത്തി മാനിക്കും. അത് മാത്രമല്ല, നിത്യതയിൽ എന്നോടുകൂടെ വസിക്കണതിന് ഞാൻ നിനക്ക് ഇരിപ്പിടം ഒരുക്കും. സ്വത്രം. സ്വർഗത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുൻപാകെ നീ നിന്നെ സമർപ്പിച്ചു കൊടുത്താൽ നീ മാത്രമല്ല, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ കൂട്ടാളി, നിന്റെ കുടുംബം എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. വ്യക്തമായി പറയട്ടെ, ലോത്ത് ഓടി. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. ലോത്തിന്റെ ഭാര്യ ഒപ്പുതൂണായി. ഇവിടെ പത്രോസ് സുഖമായി കിടന്നുറങ്ങുന്നതിന്റെ കാര്യം പത്രോസിനറിയാം. ഞാനിവിടെ വന്നത്
കട്ടിട്ടും മോട്ടിച്ചിട്ടുമല്ല, എൻ്റെ യേശുവിനെ ഉയർത്തിയത് കൊണ്ടാണ്. സ്വത്രം. നോക്ക്, പത്രോസ് സ്വത്രം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്വത്രം. നോക്ക്, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ് സുഖമായി കിടന്നുറങ്ങിയ ഉറങ്ങുന്ന പത്രോസിന്റെ അടുക്കിലേക്ക് ദൂതൻ ഇറങ്ങി വന്നു. സ്വത്രം. നോക്ക്, ഉറങ്ങുന്ന പത്രോസിന്റെ അടുക്കിലേക്ക് ദൂതൻ ഇറങ്ങി വന്നു. സ്വത്രം. ദൂതൻ ഇറങ്ങി വന്ന് സ്വത്രം അറയിൽ വെളിച്ചം വന്നു. സ്വത്രം. നോക്ക്, ദൂതൻ ഇറങ്ങിയപ്പോൾ കാരാഗ്രഹത്തിനകത്ത് ഇരുട്ട് മാറി വെളിച്ചമായി. കുഞ്ഞെ, ദൈവത്തിൻ്റെ ദൂതൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്നിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നീ കിടക്കുന്ന ഇടത്ത്, നീ ഇരിക്കുന്ന ഇടത്ത്, നീ പോകുന്ന ഇടത്ത് നീ ഇരുട്ടിൽ തപ്പിത്തടയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വ്യക്തമായി പറയട്ടെ, പത്രോസ് ഉറങ്ങി, ദൂതൻ ഇറങ്ങി. എവിടെ? കാരാഗ്രഹത്തിനകത്ത്. ഇരുട്ട് വ്യാപരിച്ചിരുന്ന കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങിയപ്പോൾ വെളിച്ചം വരുവാനിടയായിത്തീർന്നു. സ്വത്രം. നോക്ക്, ആ വെളിച്ചം പത്രോസിനെ ആ ഇരുട്ടിൽ നിന്ന് വേർതിരിപ്പാനിടയായി. സ്വത്രം. സ്വത്രം. നോക്ക്, വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം. വെളിച്ചം ഇറങ്ങിയപ്പോൾ സ്വത്രം അവർ വ്യക്തമായി ബന്ധനം അഴിഞ്ഞു. സ്വത്രം. ഓക്കെ. ദൂതൻ കാരാഗ്രഹത്തിന് ഇറങ്ങിയപ്പോൾ അവിടെ വെളിച്ചം പകർന്ന സമയം അവരെ കൈകാലുകളിൽ കിടന്ന ചങ്ങല അഴിഞ്ഞു. സ്വത്രം. എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, നിന്നെ ആരൊക്കെ ബന്ധിക്കാൻ ശ്രമിച്ചാലും, നിന്റെ കുഞ്ഞുങ്ങളെ ഏതൊക്കെ നിലവാരത്തിൽ തകർക്കാൻ പിശാച് പദ്ധതി ഒരുക്കിയാലും, നിന്റെ ഭവനത്തിനകം നശിപ്പിച്ച് കുപ്പക്കുന്നാക്കാൻ ശ്രമിച്ചാലും, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവമുഖത്തേക്ക് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ കണ്ണുനീര് ദൈവമുമ്പിൽ പകരുന്ന വ്യക്തിയാണെങ്കിൽ, കുഞ്ഞെ, ദൂതനിറങ്ങും. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. പിശാച് കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, വ്യക്തമായി പറയട്ടെ, വ്യക്തമായി പറയട്ടെ. സ്വത്രം. ബന്ധനമഴിയും, ബന്ധനമഴിയും. പിശാച് നിന്നെ കെട്ടി നിന്നെ നശിപ്പിക്കാൻ പദ്ധതിയിടുമ്പോൾ കുഞ്ഞ്, നീ ആ ബന്ധനത്തിൽ കടന്ന് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ബന്ധനമഴിഞ്ഞ് പത്രോസ് സ്വതന്ത്രനായി. നോക്കേ, 16 പേര് കിടന്നുറങ്ങിയവർ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയത് അറിഞ്ഞില്ല. സ്വത്രം. ബന്ധനം അഴിഞ്ഞത് അറിഞ്ഞില്ല. വെളിച്ചം വന്നത് അറിഞ്ഞില്ല. എന്തുകൊണ്ട്? സ്വർഗത്തിലെ ദൈവമാ അത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് വേണ്ടി സ്വർഗം മേശ ഒരുക്കും. ആ ശത്രുക്കളുടെ മുമ്പിൽ സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി മേശ ഒരുക്കുമ്പോൾ ലോകത്തിലൊരു കണ്ണും അത് കാണത്തില്ല. എന്നാൽ ദൈവം നിന്നെ വെളിച്ചത്ത് നിർത്തുമ്പോൾ ലോകം അത് കാണും. അന്ന് അവർ പറയും, നാം ബന്ധിച്ചു, എന്നാൽ സ്വർഗം അവൻ്റെ ബന്ധനം അഴിച്ചു. നാം അവൻ നശിക്കണമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ ദൈവം അവനെ ഉയർത്തി. നാം അവനെ തകർക്കുവാൻ ആഗ്രഹിച്ചു, എന്നാൽ സകല തകർച്ചയിൽ നിന്നും ദൈവം അവരെ ഉയർത്തി. കുഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? കുഞ്ഞു, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ? ലോകത്തിലെ പ്രകമ്പനങ്ങൾ കണ്ട് നീ ഭയപ്പെടല്ലേ. ലോകത്തിന് മനുഷ്യൻ പറയുന്ന കേട്ട് നീ നിരാശപ്പെടല്ലേ. സ്വത്രം. നോക്ക്, ബന്ധനമഴിഞ്ഞ പത്രോസ് സ്വത്രം. നോക്ക്, ഉണർന്നെഴുന്നേറ്റ് കരമുറുക്കി സ്വത്രം ചെരുപ്പിട്ടു. സ്വത്രം. ആ കാരാഗ്രഹത്തിനകത്തു നിന്ന് കാരാഗ്രഹ വാതിൽ തുറന്ന് സ്വത്രം പട്ടണത്തിലെത്തുന്നവരെയും ഒരു സ്വപ്നം കാണുന്നത് പോലെ പത്രോസായിരുന്നു. വ്യക്തമായി പറയട്ടെ, നിന്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഇപ്പോൾ നീ അറിയത്തില്ല. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ നീ അറിയും. ഞാൻ ആയിരുന്നതും ഞാൻ ഇത്രത്തോളം ആയതും ഞാൻ അറിയാത്ത എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഞാൻ കാണാത്ത കാര്യങ്ങൾ എനിക്ക് നിശ്ചയമായി അവൻ വെളിപ്പെടുത്തി തന്ന് എന്നെ കാത്തു പരിപാലിച്ചത് എൻ്റെ ദൈവമാണെന്ന്. നോക്ക്, പത്രോസ്
പട്ടണത്തിൽ വന്നു. സ്വത്രം വാതിൽ കടന്ന് കാരാഗ്രഹം കടന്ന് പട്ടണത്തിൽ വന്നു. സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന പത്രോസിനെ ആ പ്രാർത്ഥന കൂടാരത്തിലേക്ക് നയിക്കുകയുണ്ടായി. സ്വത്രം നോക്ക്, ആ പ്രാർത്ഥന കൂടാരത്തിലേക്ക് പത്രോസിനെ നയിക്കുമ്പോൾ പത്രോസ് ഒരു കാര്യമോർത്തു, ഞാൻ വന്നത് ഇരുമ്പ് ഓടാമ്പലുകളെ തകർത്തുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനല്ല തകർത്തത്, എൻ്റെ ദൈവമാ ഇരുമ്പ് ഓടാമ്പലുകളെ തകർത്തത്. കുഞ്ഞുങ്ങളെ, പ്രശ്നങ്ങൾ കഴിയുമ്പോൾ ദൈവത്തെ മറന്നു പോകല്ലേ. ദൈവത്തെ വ്യക്തമായി അന്വേഷിക്കണം, തിരിച്ചറിയണം. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെ നന്ദി പറയാൻ നീ തയ്യാറായാൽ ആരുടെയും മുമ്പിൽ നീ തകർന്നു പോകുവാൻ ദൈവം നിന്നെ വിടത്തില്ല. നോക്ക്, വ്യക്തമായി പറയട്ടെ, പത്രോസ് ചെന്ന് സ്വത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയത്തിന്റെ വാതുക്കൽ മുട്ടി. സ്വത്രം പത്രോസ് വിളിച്ചു. സ്വത്രം നോക്ക്, പ്രാർത്ഥിക്കുന്ന ജനം സ്വത്രം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ നോക്ക്, രോദയെന്നൊരു പെൺകുട്ടി വന്നിട്ട് കതക് തുറന്നപ്പോൾ കണ്ടത് പത്രോസിനെയാ. ബന്ധിക്കപ്പെട്ട പത്രോസിനെ അല്ല, ഭയം നെളിച്ച പത്രോസിനെ അല്ല, ക്ഷീണിതനായ പത്രോസിനെ അല്ല, തേജസ്സുള്ള ഒരു പത്രോസിനെ കണ്ടു. കുഞ്ഞെ, നീ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ നീ ക്ഷീണിതനായി പോകുവാൻ ദൈവം വിടത്തില്ല. നിന്റെ മുഖം വാടിയിരിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ വിലപിച്ചു നടക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് മറ്റുള്ളവന് മുമ്പിൽ ചെന്ന് ഇല്ല എന്ന് പറയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നോക്ക്, തേജസ്സുള്ളവനായി പത്രോസ് പ്രാർത്ഥന കൂടാരത്തിന്റെ വാതുക്കൽ മുട്ടുമ്പോൾ രോദ എന്ന പെൺകുട്ടി പ്രാർത്ഥന നിർത്തിച്ചിട്ട് പറയുകയാണ്, പത്രോസ് വന്നിരിക്കുന്നു. സ്വക്കം നോക്ക്, പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലമുണ്ട്, കണ്ണുനീരിന് ഒരു പ്രതിഫലമുണ്ട്, ഉപവാസത്തിന് ഒരു പ്രതിഫലമുണ്ട്, ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന നിനക്ക് ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നിനക്ക് വരരുത് എന്ന് കരുതി നിന്നെയും നിന്റെ കൂട്ടാളിയെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഏത് വിധത്തിലും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുവാൻ രോഗം കൊണ്ടുവന്ന്, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്ന്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവിയെ തൊലച്ച്, കൂട്ടാളിയെ മദ്യത്തിനും മയക്കുമരുന്നും അടിമയാക്കി, നിന്റെ ഭവനത്തിനകത്ത് സ്വസ്ഥത കടത്തി പിശാചിന്റെ തേർവാഴ്ച നടത്തുവാൻ അവൻ പദ്ധതി ഒരുക്കുമ്പോൾ കുഞ്ഞെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ ഭയപ്പെടരുത്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പോടെ നിന്നിട്ട് പറയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുമെന്ന്. അവൻ ആർക്കും കടക്കാരനല്ല. ആരൊക്കെ നിനക്കെതിരെ നിന്നാലും സ്വർഗം തന്റെ ദൂതന്മാരെ ഇറക്കി നിന്റെ ശത്രുവിനെ നിന്റെ പാതപിടമാക്കി നിനക്ക് ജയം തരും. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നത് പത്രോസിന്റെ മിടുക്കൊണ്ടല്ല, പത്രോസിന്റെ കഴിവ് കൊണ്ടല്ല. കാവൽ നിന്നവർ കാണാതെ ആ കാരാഗ്രഹത്തിന്റെ ഗേറ്റ് തുറന്ന് പുറത്തു വന്നത് സ്വർഗം അവനെ കൊണ്ടുവന്നതാ. അങ്ങനെയാണെങ്കിൽ ഈ നല്ല പകലിൽ വ്യക്തമായി നിന്നോടും പറയട്ടെ, നീ വന്നതല്ല കുഞ്ഞെ, ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ഇന്നലെ വരെ നീ ലോകത്തിൽ നോക്കി നിന്റെ മനസ്സ് തകർന്ന്, ശരീരം തകർന്ന്, സാമ്പത്തികമായി നീ തകർന്ന്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നിലവിളിച്ച് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടന്ന് പല വാതിലുകളും മുട്ടിയിട്ടും ഒരു വാതിലും തുറക്കാതെ ഇനി ജീവിച്ചിട്ട് അർത്ഥമില്ല, ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ശാപം പേറി ഒരു ജന്മമാണ് എനിക്ക്, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉയരുവാൻ ഇടവരത്തില്ല എന്ന് നീ പറഞ്ഞപ്പോൾ കരയണ്ടെന്ന് പറഞ്ഞ് നിന്നെ ചേർത്ത് പിടിച്ച യേശു കർത്താവ് അന്ത്യത്തോളം നിന്നെ കരം പിടിച്ചു നടത്തുന്ന ശക്തനാ. എത്ര കാരാഗ്രഹ സമമായ പ്രശ്നങ്ങൾ വന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങൾ ലോകം നിനക്കെതിരെ നിന്നാലും വ്യക്തമായി പറയാം, നീ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ, ദൈവജനത്തിൽ വിശ്വസിക്കുമെങ്കിൽ, ആത്മാവിലെ നിയന്ത്രണത്തിൽ നീ നടക്കാൻ ശ്രമിക്കുമെങ്കിൽ വ്യക്തമായി ഞാൻ പറയാം, നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങൾ ഭൂമിയുടെ അനുഗ്രഹമാകും. നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ നിങ്ങളൊരു അനുഗ്രഹമാകും. ദേശത്തിന് നിങ്ങളുടെ അനുഗ്രഹമാകും. നിങ്ങളുടെ കണ്ണുനീർ സ്വർഗം തുടയ്ക്കും. നിങ്ങളുടെ മേലുള്ള ശാപത്തെ സ്വർഗം എടുത്തു മാറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവം ഒരുക്കി കൊടുക്കും. നിന്റെ കൂട്ടാളിയെ ആ ഭൂമിയിൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ കാക്കുന്ന യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ മേലുള്ള മഹത്വത്തെ അവൻ വെളിപ്പെടുത്തും. എൻ്റെ കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ്, ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നിനക്ക് വേണ്ടത് ചോദിക്ക, ഞാൻ നിനക്ക് നൽകിത്തരാം. കുഞ്ഞെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും ഉള്ളിടത്തോളം കാലം ലോകത്തിൽ ആർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരു അധികാരി വർഗത്തിനോ ഒരു നിയമത്തിനോ ഇല്ലെങ്കിൽ ലോകത്തിലെ ശ്രേഷ്ഠന്മാരായ വ്യക്തികൾക്കോ ഒരു ബാങ്കുകാർക്കോ ഒരു രോഗത്തിനോ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് തന്ന് നിന്റെ
നിന്റെ തലയെ ഉയർത്തി സ്വർഗം മാനിക്കേണ്ടതിന് ഈ നല്ല പകലിൽ എന്നോടുകൂടെ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ തോറ്റുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നിങ്ങളെ എത്തിച്ച് നിങ്ങൾക്ക് വേണ്ടെന്ന് തന്ന് നിങ്ങളുടെ തല ഉയർത്തി നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളെ കൊണ്ട് സ്വർഗം പറയിക്കും. എന്നെ ഉയർത്തിയത് എൻ്റെ ദൈവമാണെന്ന് ഈ പകൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. ഒരു കണ്ണിനും ദയ തോന്നാതെ കുറ്റം പറഞ്ഞും പരിഹസിച്ചും കർത്തവനെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ സ്ഥാനത്ത് കണ്ണുനീരോടെ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഈ നിന്നയും പരിഹാസം എടുത്തു മാറ്റി എന്നെ മാനിപ്പാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമെന്ന്. സ്വർഗത്തിലെ പ്രാർത്ഥന കേട്ട് ഈ 38 വർഷം എന്നെ ഭൂമിയിൽ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ഉന്നതനാക്കി നിർത്തുവാൻ സ്വർഗത്തിലെ അപ്പന് മനസ്സുണ്ടായെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഇന്നുവരെ നിർത്തുവാൻ സ്വർഗത്തിലെ അപ്പന് മനസ്സുണ്ടായെങ്കിൽ, കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും വന്നപ്പോൾ ആരുടെ മുമ്പ് കൈ നീട്ടാതെ സ്വർഗം ഞാൻ പോലും അറിയാത്ത വഴി എനിക്ക് വേണ്ടി തുറന്നെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പേ, സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയുമെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാചന കഴിക്കുമെങ്കിൽ, ഉപവാസത്തോടെ പ്രാർത്ഥനയുടെ ദൈവമഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ച് ദൈവപാദപ്പെടുത്തിയിരിക്കുമെങ്കിൽ, ദൈവം തരുന്ന നന്മയ്ക്ക് ഒത്തവണ്ണം ദൈവസന്നിധി കൊടുത്തിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവദാസന്റെ കരത്തിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങുവാൻ, നിന്റെ തലയൊന്ന് കുനിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ, ദൈവമക്കളോട് ചേർന്ന് കൂട്ടായ്മ ആചരിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ തയ്യാറാകുമെങ്കിൽ, ലോകത്തിൽ ആർക്കും നിന്നെ തകർക്കാൻ കഴിയാതെ വണ്ണം സ്വർഗം ധനത്തിലും മാനത്തിലും പുരാതന സമ്പത്തിലും നിന്നെ ഉയർത്തി മാനിക്കും. ആ ഉയർത്തുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക്. സ്വത്രം ആരൊക്കെ എവിടെയൊക്കെ വീണാലും നീയും നിന്റെ സന്തതിയും വീഴാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതഗണത്തെ കൊണ്ട് കാവൽ ചെയ്യും. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.